ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഒരു യുവാവും യുവതിയും കടപ്പുറത്തിരിക്കുകയാണ്. രാത്രി, നല്ല നിലാവുള്ള രാത്രി. ആകാശമാകെ നക്ഷത്രങ്ങൾ. ആ യുവതി ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുവാവിനോട് ചോദിച്ചു, ആ കാണുന്ന നക്ഷത്രത്തിലേക്ക് എത്ര ദൂരം വരും? അയാളുടെ മറുപടി 4.3 പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്ററാണ് ഏകദേശം. അപ്പോൾ ആ നക്ഷത്രത്തിലേക്ക് 4.3 പ്രകാശവർഷം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന, അതപ്പോൾ ഒരു വർഷത്തിൽ എത്രയും നിങ്ങൾ ഗുണിച്ചാൽ മതി, അത്രയും പ്രകാശവർഷം അകലെയാണ് ഈ നക്ഷത്രമെന്ന് ഇയാൾ മറുപടി പറയുന്നു. ഇമ്മട്ടിൽ മറുപടി നൽകുന്ന ആ യുവാവ് ആ യുവതിയുടെ കാമുകനായിരിക്കാൻ യോഗ്യതയുള്ളവനാണോ? അല്ല. കാരണം അയാൾക്ക് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ട് പോകാം. നേരെ മറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക, ദൂരമൊട്ടുമില്ലല്ലോ, നക്ഷത്രം എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. അങ്ങനെയാണ് മറുപടി പറഞ്ഞതെങ്കിൽ അയാൾ പ്രതിഭാശാലിയാണ്. ആ മനുഷ്യൻ ആ യുവതിയുടെ കാമുകനായിരിക്കാൻ, പ്രണയിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന് നമ്മൾ അഭിപ്രായപ്പെടും. ദൂരത്തെ പ്രകാശവർഷമാക്കുന്നവൻ ഒരു ഏകാഭിമുഖ്യം ഇല്ലേ, ഏക കേന്ദ്രാഭിമുഖ്യം, ഫിസിക്സ് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. വേറെ യാതൊന്നും അറിയില്ല. സഹൃദയത്വമില്ല, കവിത്വമില്ല, ഭാവനയില്ല, സങ്കല്പമില്ല, വിശ്വാസമില്ല. ഈ മനുഷ്യന് ഇല്ലേ ഒരു കേന്ദ്രമുണ്ട്. അതൊരു ഏക, ഇങ്ങനെ ഇതിൽ ഫിസിക്സ് മാത്രമല്ല, സൗന്ദര്യമുണ്ട്, പ്രണയമുണ്ട്, സ്നേഹമുണ്ട്. ഫിസിക്സ് മാത്രം കാണുന്ന ഒരു ഏക കേന്ദ്രം. അയാൾക്ക് മാനുഷിക ബന്ധങ്ങൾ സാധ്യമല്ല, പ്രണയം സാധ്യമല്ല, സ്നേഹം സാധ്യമല്ല, വിശ്വാസം സാധ്യമല്ല. അയാൾക്ക് ഇല്ലേ, ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഈ ദൂരത്തെ ഹനിച്ചു കളഞ്ഞില്ലേ, ഈ ഇല്ലാണ്ടാക്കിയില്ലേ, ദൂരമൊട്ടുമില്ലല്ലോ, നക്ഷത്രം എൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. ആ ദൂരെ കാണുന്ന നക്ഷത്രത്തെ ഈ പെണ്ണായിട്ട് ഇല്ലേ, ആ നക്ഷത്രമല്ല, ഈ കൂടിയിരിക്കുന്ന പെണ്ണാണ് നക്ഷത്രം എന്ന് കരുതുകയും സങ്കല്പിക്കുക. അത് സങ്കല്പം മാത്രമല്ലല്ലോ, അതൊരു പ്രണയത്തിൻ്റെ ഭാഷയാണ്. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്? നമ്മൾ ക്രിസ്തുധർമ്മം ഒരു ചരിത്ര മതമാണ്. ചരിത്രത്തിലെ ഒരാളിലാണ്, ചരിത്രത്തിലെ ഒരു സംഭവത്തിലാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചു. ആ സംഭവത്തിലാണ് ക്രിസ്തുധർമ്മം ഉടലെടുത്തത്. അതിലേക്ക്, ആ സംഭവത്തിലേക്ക്, അത് ചരിത്രത്തിൽ കാലദേശങ്ങൾക്കുള്ളിൽ സമയത്തിലും ദേശത്തിലും സംഭവിച്ചതാണ്. ആ സംഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് ദൈവോന്മുഖം, കിഴക്കോട്ട് നോക്കൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, എറണാകുളത്തെ കുറച്ച് പേര് പറയും കിഴക്കുണ്ടോ, പടിഞ്ഞാറുണ്ടോ, വടക്കുണ്ടോ, തെക്കുണ്ടോ, ദൈവം എല്ലായിടത്തും ഇല്ലേ. ഇങ്ങനെ ഫിസിക്സിൻ്റെ ഭാഷ പറയും, ഭൗതികശാസ്ത്രത്തിൻ്റെ ഭാഷ പറയും. തീർച്ചയായിട്ടും അവർക്ക് ശാസ്ത്രം പഠിപ്പിക്കാൻ പള്ളിക്കൂടത്തിൽ പോകാം. പക്ഷേ ദൈവവുമായുള്ള പ്രണയമായ ലിറ്ററേച്ചറിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവർക്ക് വിശ്വാസമില്ല, കവിത്വമില്ല, പ്രണയമില്ല, സ്നേഹമില്ല. സ്നേഹത്തിൻ്റെ ഭാഷ ഫിസിക്സിൻ്റെ ഭാഷയല്ല, പ്രണയത്തിൻ്റെ ഭാഷ ഫിസിക്സിൻ്റെ ഭാഷയല്ല. അവിടെ ഇല്ലേ, അങ്ങ് ദൂരെ ഉള്ളവൻ ഇപ്പോൾ ഇവിടെ ദൈവം, അവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അവൻ ഇമ്മാനുവേൽ ഇവിടെയാണ്, ഇപ്പോൾ ആണ്, നമ്മുടെ ഉള്ളിലാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നത് പ്രണയത്തിൻ്റെ ഭാഷയിലാണ്. ഫിസിക്സിൻ്റെ ഭാഷ സംസാരിച്ചതൊന്നും നടക്കില്ല. അപ്പം ഫിസിക്സ് മാത്രമാണ് ശരി, ഭൗതികശാസ്ത്രം മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്നവന് പള്ളിക്കൂടത്തിലാകാം, പള്ളിയിൽ വരാൻ പറ്റില്ല. കാരണം പള്ളിയിൽ നടക്കുന്നത് ഒരു ദിവ്യ പ്രണയമാണ്. നമുക്കൊരു പനിനീർ പൂവ് എടുത്താൽ അത് പനിനീർ പൂവാണെന്ന് പറയാം. അതല്ല, പൂവുകളുടെ രാജ്ഞിയാണെന്ന് പറയാം. പൂവാണെന്ന് സമ്മതിച്ചുകൊണ്ട് അതിനെ രാജ്ഞിയാക്കി അവതരിപ്പിക്കാം. ഈ മൂന്നാമത്തെ അവതരണമാണ് കലാപ്രക്രിയ, വിശ്വാസ പ്രക്രിയയോടൊക്കെ ബന്ധപ്പെട്ടത്. പൂവിനെ പൂവായി മാത്രം കാണുന്നവൻ ആ രസികനാണ്, സഹൃദയത്വമില്ലാത്തവനാണ്. അവന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൗതിക ശാസ്ത്രം മാത്രമേ അറിയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. സൗന്ദര്യം, സ്നേഹം, പ്രണയം, ഇതൊക്കെ വേറൊരു ലോകമാണ്, ഒരു ആധ്യാത്മിക ലോകമാണ്. പൂവിൻ്റെ ഭംഗി പോലും അവന് ആസ്വദിക്കാൻ പറ്റില്ല. ഇത് പൂവല്ലേ എന്ന് പറഞ്ഞിരിക്കും.
ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും പ്രൗഢതയുണ്ട്, സമ്പന്നതയുണ്ട്. അതിന് സാകല്യാവസ്ഥയിലും മനോഹാരിതയുണ്ട്. അതായത് ഓരോ ചെറിയ സംഗതിയിലും പിന്നെ അതിന് മൊത്തത്തിലും രണ്ടിലും മനോഹാരിത കാണാൻ, പ്രൗഢത കാണാൻ, സമ്പന്നത കാണാൻ അങ്ങനെ കഴിയുന്നവർക്കേ പ്രണയത്തിൻ്റെ ഭാഷ, ലിറ്റർജിയുടെ ഭാഷ, ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷ മനസ്സിലാകൂ. അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലേക്ക് എല്ലാം ഭൗതികശാസ്ത്രം കൊണ്ടുവരും. ഭൗതികശാസ്ത്രം കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ശാസ്ത്രവും ദൈവശാസ്ത്രവും ഒന്നിക്കുന്ന ഒരേ ഒരു ദിശ കിഴക്കാണെന്ന് ഞാൻ എപ്പോഴും പറയണേ. സൂര്യൻ കിഴക്കുദിക്കുന്നു. അപ്പോൾ ചോദിക്കും, സൂര്യൻ ഉദിക്കുന്നുണ്ടോ? ഉദിക്കുന്നില്ലേ? ഉദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്സിജൻ എങ്ങനെ കിട്ടും? രാത്രി എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ എങ്ങനെ ഉറങ്ങും? അപ്പോൾ ഭൂമിയിലുള്ളവർക്ക് സൂര്യൻ ഉദിക്കുകയും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഒരാൾ എഴുതിയിരിക്കുകയാണ് ചന്ദ്രനിൽ എന്തൊരു കാര്യം എൻ്റെ കമൻറ്റിൽ ഞാൻ ഈ ശാസ്ത്രം പറഞ്ഞപ്പോൾ, ദൈവം മനുഷ്യനായി ചന്ദ്രനിലാണ് പോയത്, അത് ഭൂമിയിലോ? നമ്മൾ ഭൂമിയിലെ കാര്യം പറയുമ്പോൾ അവർ ചന്ദ്രനിലെ കാര്യം പറയും, ചന്ദ്രനിലെ കാര്യം പറയുമ്പോൾ അവർ സൂര്യനിലെ കാര്യം പറയും. എന്നിട്ട് ഈ ഞാൻ പറഞ്ഞ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഭാഷ അവർക്കത് മനസ്സിലാകില്ല. കാരണം അവർക്ക് വിശ്വാസമില്ല, സ്നേഹമില്ല, പ്രണയമില്ല, സഭയോട് കൂറില്ല. ഈ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞു. രാത്രി മരങ്ങൾക്ക് താഴെ ഇലകളിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന നിലാവ് ചെറിയ തുണ്ടുകളായി നിലത്ത് ചിതറിക്കിടക്കുക. നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. രാത്രി മരങ്ങൾക്ക് താഴെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇലകളിലൂടെ കടന്നു വരുന്ന ചെറിയ നിലാവില്ലേ, അത് ചെറിയ തുണ്ടുകളെ നിലത്ത് കിടക്കുക. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ പൂക്കളെ പോലെയാണ് തോന്നും. പൂക്കളെ പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്ന, പൂക്കളെ പോലെയാണ്. അയ്യോ ഇത് പൂക്കളൊന്നുമല്ല, ഇത് നിലാവ് വെറുതെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നതാണ്, മായയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവൻ അരസികനാണ്. മറിച്ച് നമ്മളിങ്ങനെ വിരൽ കൊണ്ട് അവയെ അടർത്തിയെടുത്ത് ഭാര്യയുടെ തലമുടിയിൽ ഇങ്ങനെ ചൂടിക്കാമെന്ന് ഭർത്താവ് പറയുമ്പോൾ അതാണ് അനന്തമായ കാലത്തിലെ തേജോമയമായ ഒരു ബിന്ദുവെന്ന് കുമാരസംഭവത്തിൽ കാളിദാസൻ എഴുതിയിരിക്കുന്നതാണ്. അനന്തമായ കാലത്തിലെ തേജോമയമായ ഒരു ബിന്ദുവാണത്. അതായത് ഈ നിലാവ് വീണ് പൂക്കൾ പോലെ ചിതറിക്കിടക്കുന്ന ആ നിലാവ് അതിങ്ങനെ വിരൽ കൊണ്ട് ഉയർത്തിയെടുത്ത് ഭാര്യയുടെ തലമുടിയിൽ ചൂടിക്കാമെന്ന് ഭർത്താവ് പറയുകയാണ്. അതൊരു സങ്കല്പമാണ്. പക്ഷേ അതിലൂടെ പങ്കുവെക്കപ്പെടുന്നത് പ്രണയമാണ്, സ്നേഹമാണ്. അയ്യേ ഇതെന്തോന്നാ കാണിക്കുന്നത്, അത് പൂവൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്, മായയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം അവിടെ പ്രണയമില്ല, സ്നേഹമില്ല, ഈ കവിഭാവനയില്ല, സങ്കല്പമില്ല, വിശ്വാസമില്ല. ഈ ഫിസിക്സിൻ്റെ ഭാഷ ഒഴിച്ച് ബാക്കി ഒന്നും അറിയില്ല. ഇതിനേക്കാൾ അരസികരായിട്ട് ലോകത്ത് ആരും ഉണ്ടാകില്ല. ഭൗതിക ലോകത്തായിരിക്കുമ്പോഴും ഭൗതിക ലോകത്തിന് അതീതമായി സ്വർഗീയ അനുഭൂതി പ്രദാനം ചെയ്യുന്നതാണ് കൂദാശകൾ. ഭൗതിക ലോകത്തായിരിക്കുമ്പോഴും ഭൗതിക ലോകത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിച്ച് സ്വർഗീയ അനുഭൂതി നൽകത്തക്ക വിധം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവയെ സ്വർഗീയ യാഥാർത്ഥ്യങ്ങളായി മാറ്റി നമ്മളെ ആ സ്വർഗീയ അനുഭൂതിയിലേക്ക് ഉയർത്തുന്നതാണ്, ആ പ്രണയബന്ധമാണ്, ആ സ്നേഹബന്ധമാണ് കൂദാശകൾ. അത് ഒരിക്കലും കാവ്യസങ്കല്പം മാത്രമല്ല. പക്ഷേ കാവ്യാനുഭൂതിയും സൗന്ദര്യ ആസ്വാദനവും ഇല്ലെങ്കിൽ ഈ ലിറ്റർജിയിലെ പ്രണയം, ലിറ്റർജിയിലെ സ്നേഹം അത് അനുഭവിക്കാൻ കഴിയില്ല. ഫിസിക്സ് മാത്രം നോക്കിയാൽ ഇത് അപ്പം മാത്രമല്ലേ, ഇത് വീഞ്ഞ് മാത്രമല്ലേ, കർത്താവിനെ കാണാനേ പറ്റില്ല. അവിടെ വിശ്വാസം വേണം. വിശ്വാസം മാത്രം പോരാ, സ്നേഹം വേണം. സ്നേഹം മാത്രം പോരാ, പ്രണയം വേണം. ദിവ്യ കാരുണ്യം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയണേ. ഇംഗ്ലീഷിൽ കോളി കമ്മ്യൂണിയൻ എന്നാണ്. കമ്മ്യൂണിയൻ, ആ വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ 1-to-1 യൂണിയൻ. ഒരാൾ മറ്റൊരാൾക്ക് കടക്കുകയാണ്. ഈ ഭർത്താവ് ഭാര്യയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ കർത്താവ് നമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒറ്റ ശരീരമായി തീരുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്ന് ആവർത്തിക്കുക. കർത്താവ് ഹൃദയത്തിലേക്കല്ല പോകുന്നത് ദിവ്യകാരണം സ്വീകരിക്കുമ്പോൾ, ഉദരത്തിലേക്കാണ്. എന്നിട്ട് നമ്മുടെ മാംസത്തിൻ്റെ മാംസം, രക്തത്തിൻ്റെ രക്തവുമായിട്ട് ഒന്നാവുകയാണ്. അങ്ങനെ കർത്താവ് നമ്മളും ഒന്നാവുകയാണ്. ശരിക്കും പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത്, ഇനി ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒന്നാകലാണ് വിശുദ്ധ കുർബാന. ഇത് ഫിസിക്സ് മാത്രം അറിയുന്നവന് ഇത് അപ്പമല്ലേ, ഇത് വീഞ്ഞല്ലേ, ഇത് കർത്താവാണോ, കർത്താവല്ലേ, ഇതൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് കിഴക്കൻ്റെ ദൈവശാസ്ത്രം അറിയണമെങ്കിൽ പ്രണയത്തിൻ്റെ ഭാഷ അറിയണം. കർത്താവ് ഇല്ലേ സ്നേഹം മാത്രമല്ല, അവൻ ലവർ കൂടിയാണ്, പ്രേമഭാജനമാണ്. ദൈവം സ്നേഹം മാത്രമല്ല, പ്രേമഭാജനമാണ്. ഈ കുർബാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇറോട്ടിക് സ്നേഹമാണ്, ദാമ്പത്യ സ്നേഹമാണ്. വധൂവരന്മാർ ഒന്നാകുന്നത് പോലെ കർത്താവ് നമ്മളും ഒന്നായി തീരുന്ന
ഏറ്റവും ആഴമേറിയ ഐക്യത്തിൻ്റെ കൂതാശിയാണ് വിശുദ്ധ കുർബാന. അത് പ്രണയത്തിൻ്റെ ഭാഷയാണ്. ആ പ്രണയത്തിൻ്റെ ഭാഷയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയാണ്, വിശ്വാസത്തിൻ്റെ ഭാഷ, കൂതാശിയുടെ ഭാഷ. ഇത് തിരിച്ചറിയാത്തവർക്ക് കിഴക്കെന്താ, പടിഞ്ഞാറെന്താ, പൃഷ്ഠമെന്താ, ദൈവോന്മുഖം എന്താ, ഏകീകൃത കുർബാന എന്താ, ജനാഭിമുഖ കുർബാന എന്താ, ഈ ഒരു വ്യത്യാസം ഒന്നും അവർക്ക് പ്രശ്നമാവില്ല. പക്ഷെ പ്രണയമുള്ളവർക്ക് അതെല്ലാം പ്രധാനപ്പെട്ടതാ, സ്നേഹമുള്ളവർക്ക് പ്രധാനപ്പെട്ടതാ, വിശ്വാസമുള്ളവർക്ക് പ്രധാനപ്പെട്ടതാ, സഭയുടെ കൂറുള്ളവർക്ക് അത് പ്രധാനപ്പെട്ടതാ. അതുകൊണ്ട് പള്ളിക്കൂടത്തിൽ പോകണോ എന്ന് എറണാകുളത്തെ വിമത വൈദികരും മുന്നേറ്റക്കാരും തീരുമാനിക്കണം. നിങ്ങൾ പറഞ്ഞ യുക്തിയും ഈ ഫിസിക്സും അത് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഷയ്ക്ക് ചേർന്നതല്ല, വിശ്വാസത്തിന് എതിരൊന്നുമല്ല, പക്ഷെ വിശ്വാസത്തിന് അത് പോരാ. അതുകൊണ്ട് പ്രണയത്തിൻ്റെ ഭാഷ ശീലിക്കൂ. എറണാകുളത്ത് ദിവ്യപ്രണയം, അതായത് ദൈവത്തോടുള്ള ദിവ്യപ്രണയം പൂത്തുലയട്ടെ. അപ്പോൾ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ മുഖത്തേക്ക് മുഖം നോക്കുന്ന ചെറിയ സ്നേഹം, അതായത് ദൈവസ്നേഹമില്ലാത്ത ചെറിയ സ്നേഹമായിട്ട് ചുരുങ്ങിപ്പോകും. അങ്ങനെ ചുരുങ്ങി പോകാതിരിക്കട്ടെ. ദിവ്യപ്രണയത്താൽ പൂത്തുലയട്ടെ, ദൈവത്തോടുള്ള ദിവ്യപ്രണയത്താൽ പൂത്തുലയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപത. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.